നോക്കിയേ, നമുക്ക് വീട്ടിലൊക്കെ ചായക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് കാണാം. അതിന് വേണ്ടിയിട്ട് കറുത്ത എള്ള് എടുത്തിട്ടുണ്ട്. കറുത്ത എള്ളൊന്ന് വറുത്തെടുക്കണം. അത് പൊട്ടി വരുന്നതാണ് കേട്ടോ അതിൻ്റെ പാകം. പിന്നെ അതുപോലെ തന്നെ വെളുത്ത എള്ള്, അതും ഇതുപോലെ തന്നെ പൊട്ടി വരുമ്പോഴാണ് നമ്മൾ ഓഫ് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ കപ്പലണ്ടി എടുക്കണം. കപ്പലണ്ടി ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. അത് ഓൾറെഡി വറുത്ത കപ്പലണ്ടിയാണ്, എന്നാൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. പിന്നെ കാഷ്യൂനട്ട്, പിന്നെ അതുപോലെ തന്നെ അവൽ, ഇതൊക്കെ നമ്മൾ വറുത്ത് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കണം. അപ്പോൾ ശർക്കര പാനി ഉണ്ടാക്കി മാറ്റി വെച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതാണ്. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് എൻ്റെ മിസ്സായിപ്പോയി. ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റിൽ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും ഇതിനകത്തോട്ട് ഇടാം. ദെൻ അതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അരിച്ചൊഴിക്കുക. ദെൻ അതിനകത്തോട്ട് അവലിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കട്ട പോലെ ആവും, പക്ഷെ കുഴപ്പമില്ല, നമുക്കത് മിക്സ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് അതിനകത്തോട്ട് ഏലക്കാപ്പൊടി ഇടാം, കുറച്ച് ഏലക്ക പൊടിച്ചിടാം. ഒരു ഫ്ലേവർ, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിയുമ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ചൂടാറാൻ വെക്കണം. ചൂടാറുന്ന നേരം കൊണ്ട് നമുക്കത് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കപ്പോൾ അത് കഴിച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്നുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഏലക്കായൻ്റെ ഫ്ലേവറും അതുപോലെ നെയ്യും മധുരം ഒക്കെ കറക്റ്റ് തന്നെയാണ്. നല്ല പക്കയായിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ ഐറ്റം ചൂടാറ് വരുമ്പോൾ ഒരു പാത്രത്തിലാക്കി അടച്ച് വയ്ക്കാം. പിന്നെ നമ്മുടെ ആവശ്യാനുസരണം കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.